ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. ഇത് പൊമ്മലോ, നമ്മുടെ നാട്ടിലെ ബംബ്ലോസ് നാരങ്ങ. ഇത് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉള്ള സാധനമാണ് കേട്ടോ. അത് ഈ ഫ്രൂട്ട് ഇവിടെ ലിഡിലും ടെസ്കോയിലും ആൾഡിയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ സീസണിൽ മാത്രം വരുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കിയാലോ. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് അതിൻ്റെ നാരങ്ങ എടുക്കാം. ഇതിങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ കട്ടിയുള്ള തൊലി പോയിട്ടാ. ഇനി ഇത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള നാരങ്ങയുടെ ഈ എല്ലുകൾ ഇങ്ങനെ അടർത്തിയിടണം അതിലേക്ക് കേട്ടോ, ഒരു ബോളിലേക്ക്. ഇപ്പം നമ്മുടെ പൊമ്മലോ ഇതൊക്കെ കളഞ്ഞ് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള സാലഡിന് ഉള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. ഇത് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ശർക്കര പൊടിച്ചെടുത്താൽ മതി കേട്ടോ, ഒരു ടേബിൾ സ്പൂണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മളിവിടെ 2 ടേബിൾ സ്പൂണ് വിനെഗർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. സോറി, വിനെഗർ അല്ല കേട്ടോ, നാരങ്ങ നീരാണ്. നാരങ്ങ നീര് 2 സ്പൂണ് ചേർത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനെഗർ ചേർക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വിനെഗരി അല്ല നാരങ്ങ നീരാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞത് കേട്ടോ, അത് ആഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഉണ്ട് കേട്ടോ, അത് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, ഒരു 4 ടേബിൾ സ്പൂണ്. 2 ടേബിൾ സ്പൂണ് വാൾനട്ട് സ്മോൾ പീസ് ആക്കിയത്. 2 ടേബിൾ സ്പൂണ് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടാണ്. ഇനി നമുക്കിതേ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും, ഒരു ഹാൻഡ്ഫുള്ള്, ചെറിയ ഹാൻഡ്ഫുള്ള് കേട്ടോ, അത് രണ്ടും കൂടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ പൊമ്മല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത്രയ്ക്കധികം നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ, മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബംബ്ലൂസ് നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ചെറിയ പീസാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് കാണാൻ എന്ത് ഭംഗിയാ. ഇത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ. ആ ക്രഞ്ചിനെസ്സും നാരങ്ങയുടെ ടേസ്റ്റും, ക്രഞ്ചിനെസ് നമ്മുടെ കാഷ്നട്ടിൻ്റെയും വാൾനട്ടിൻ്റെയും ക്രഞ്ചിനെസ്സും എല്ലാം കൂടിയിട്ട്
നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഹെൽത്തി ആണ് കേട്ടോ.